എം.എം.എൻ സിനിമയുടെ ഡൽഹി ഷെഡ്യൂൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മമ്മൂക്കയുടെ ലൊക്കേഷൻ പിക്സൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ലാലേട്ടൻ സിനിമയുടെ സെറ്റിലേക്ക് ജോയിൻ ചെയ്യുന്നത് ഹൃദയപൂർവ്വം സിനിമയുടെ ഫസ്റ്റ് ഷെഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും. അതുപോലെ മുംബൈ ഷെഡ്യൂളിലാണ് ലാലേട്ടനും മമ്മൂക്കയുമായുള്ള കോമ്പിനേഷൻ സീൻസ് സിനിമയുടെ ടീം ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ റാം സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോവുകയാണ്. നിലവിൽ ജിത്തു ജോസഫ് മിറേജ് എന്ന ആസിഫ് അലിയുടെ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് തിരക്കുകളിലാണ്. മിറേജ് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയായാലും ഉടൻ റാം സിനിമയുടെ വർക്കുകളിലേക്കാണ് ജിത്തു ജോസഫ് കടക്കാൻ പോകുന്നത്. ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് മാർച്ച് ഫസ്റ്റ് വീക്കോട് കൂടി കംപ്ലീറ്റ് ആവും. എന്തായാലും ഏപ്രിൽ മാസത്തിൽ റാം സിനിമയുടെ ചെറിയൊരു ഷെഡ്യൂൾ തുടങ്ങുന്നുണ്ട്. 2 ഭാഗങ്ങളിലായിട്ട് ഒരുങ്ങുന്ന റാം സിനിമയുടെ 80% ഷൂട്ടിംഗ് നിലവിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി 20% കൂടി ഷൂട്ട് ചെയ്താൽ റാം സിനിമയുടെ മുഴുവൻ ചിത്രീകരണം കംപ്ലീറ്റ് ആവും. അപ്പോൾ റാം സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കൊക്കെ ആയിട്ട് കാത്തിരിക്കുക. എമ്പുരാൻ സിനിമയുടെ ട്രെയിലറിൻ്റെ എഡിറ്റിംഗ് വർക്കുകളിലാണ് ഡോൺ മാക്സ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എമ്പുരാൻ സിനിമയുടെ ടീസർ ഡോൺ മാക്സ് ആണ് എഡിറ്റ് ചെയ്തത്. മലയാളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ട്രെയിലർ കട്ട് തന്നെയായിരുന്നു ലൂസിഫർ സിനിമയുടേത്. എന്തായാലും അതേ ലെവലിലുള്ള ഒരു ട്രെയിലർ തന്നെയായിരിക്കും എമ്പുരാൻ സിനിമയുടെ ഭാഗത്തുനിന്നും വരാൻ പോകുന്നത്. മാർച്ച് 27-നാണ് എമ്പുരാൻ സിനിമയുടെ റിലീസ്. അപ്പോൾ ഒരു മാർച്ച് ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോൾ എമ്പുരാൻ സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എമ്പുരാൻ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കൊക്കെ ആയിട്ട് കാത്തിരിക്കുക.